ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. പലരും goodhappenshereajay ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നൊരു യു വി ഫിൽറ്ററാണ്. നമുക്ക് DSLR ക്യാമറാസിനൊക്കെയുള്ള ഒരു യു വി ഫിൽറ്ററാണ്. അത് നല്ലൊരു ബ്രാൻഡിൻ്റെയാണ്, കൊഡാക്കിൻ്റെയാണ്. ഞാൻ നിങ്ങളറിയാം, നമ്മളൊരു കാനോൺ 200D വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു യു വി ഫിൽറ്റർ ഗ്ലാസ് നോക്കുന്നുണ്ടായിരുന്നു. കുറേ നമ്മൾ നോക്കി, ആദ്യം ആമസോൺ ബേസിക്കിൻ്റെ നോക്കി. പക്ഷേ ആമസോൺ ബേസിക്കിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ അതിൽ എന്ത് ഫിൽറ്റർ ഉപയോഗിച്ചാൽ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും അവരുടെ സൈഡിലും കാര്യങ്ങളും ആമസോണിലൊന്നും ഇല്ല. അപ്പോൾ ഞാനത് ആദ്യം വരുത്തിയിട്ട് പിന്നെ അത് റിട്ടേൺ ചെയ്യുക ചെയ്തത്. പിന്നെ നോക്കിയത് ഡിജിടെക്കിൻ്റെ ആയിരുന്നു. അത് പക്ഷേ 58mm ഇതിന് സൈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒമാക്സ് നോക്കിയത് പക്ഷേ ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. നോസാക്ക അതിനൊക്കെ ഒരു ക്വാളിറ്റി ഇഷ്യൂ സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കൊഡാക്കിൻ്റെലേക്ക് ലാസ്റ്റ് എത്തിയത്. ഇപ്പോൾ ഞാൻ കൊഡാക്കിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. കൊഡാക്ക് XT സീരീസ് ലെൻസ് ഫിൽറ്ററാണത്. UV 2 ലെയറാണ്. ഇത് 16 ലെയറിൻ്റെ ഉണ്ട് കേട്ടോ. അതിന് 1000 റേറ്റ് വരും. ഇതിനാണെങ്കിൽ ഒരു 500 റേഞ്ചിലേ വരുന്നുള്ളൂ. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് നമ്മുടെ ഫിൽറ്ററിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെയർ ഒരു ഗോൾഡൻ കളർ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്കൊക്കെ വരുന്നുണ്ട് നമ്മുടെ ക്യാമറയുടെ എൻഡിന്, അതുപോലെ ലെൻസിന്, സത്യം പറഞ്ഞാൽ ലെൻസിന്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് UV ലൈറ്റ് നിങ്ങൾക്ക് അറിയാനായിരിക്കും. UV ലൈറ്റ് എന്തിനാ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയാണ്. കുറേ മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട് ഇതിനെ കൊണ്ട്. നിങ്ങൾക്ക് പേര് പറയുന്ന പോലെ UV റേസ് കട്ട് ചെയ്യാൻ മാത്രമല്ല, വേറെ കുറച്ച് മൾട്ടിപ്പിൾ യൂസസുകളുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഗീവർ വീഡിയോ കാണാത്തവർ പോയി കാണാം. നമ്മൾ 3 വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ 3 പ്രോഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ക്യൂബോ UPS റൂട്ടർ കൊടുക്കുന്നുണ്ട്, അതുപോലെ 10 റൂട്ടറും കൊടുക്കുന്നുണ്ട്, പിന്നെ പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റും കൊടുക്കുന്നുണ്ട്. 3 ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ജസ്റ്റ് സിമ്പിൾ റൂളുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കമൻറ്റ് ചെയ്യുക, എല്ലാ വീഡിയോയും കമൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുപോലെ നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇത്രയുള്ള റൂൾസ്, സിമ്പിൾ റൂൾസാണ്. അപ്പോൾ എല്ലാവരും കാണാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ലെൻസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ലെൻസിൻ്റെ ബോക്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊഡാക്കിൻ്റെ ഉണ്ട്. കൊഡാക്ക് XT സീരീസ് ലെൻസ് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. UV 2 ലെയറാണ്, 58mm ആണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും, നമുക്കിപ്പോൾ സ്റ്റോക്ക് ലെൻസ് വരുന്നത് 18 to 55mm ആണല്ലോ. അപ്പോൾ 55mm വാങ്ങിച്ചാൽ മതിയോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കും. പക്ഷേ 18 to 55mm നിങ്ങളുടെ ലെൻസ് ആണെങ്കിൽ അത് നമുക്ക് ഒരു 58mm നമുക്ക് ഇതാണ് വാങ്ങിക്കേണ്ടത് കേട്ടോ. നമ്മുടെ എന്താ പറയുക, UV ലിറ്റർ വാങ്ങിക്കേണ്ടത് 58mm ആണ്. അപ്പോൾ അതിൻ്റെ ഈ 15 to 8mm അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ലെൻസിന് എഴുതിയിട്ടുണ്ടായിരിക്കും എത്ര mm ഇതാ വരുന്നതെന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. നമ്മുടെ ഈ കാണുന്ന ഡയമീറ്റർ അല്ല ശരിക്കത്. അപ്പോൾ അത് തെറ്റി വാങ്ങിക്കരുതിട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബോക്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട് സൈഡ് നമ്മൾ കണ്ടു. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കൊഡാക് സീരീസ് ഫിൽറ്റേഴ്സ് ആർ മാനുഫാക്ചർ ഫ്രം ഹൈ ക്വാളിറ്റി ഒപ്റ്റിക്കൽ ഗ്ലാസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ വിത്ത് 2 ലെയർ കോട്ടിംഗ് ടെക്നോളജിയാണ്. പിന്നെ XT സീരീസ് ഫിൽറ്റർ അബ്സോർബ് ദ അൾട്രാവയലറ്റ് റേസ് ദാറ്റ് സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ഔട്ട്ഡോർ ഹേസി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫി ആയിട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മാനുഫാക്ചർ വിത്ത് ഹൈ ക്വാളിറ്റി അലൂമിനിയം ലെൻസ് റിങ്സ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡബിൾ ലെയർ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊഡാക് XT സീരീസ് പ്രൊട്ടക്ട് യുവർ വാല്യുബിൾ ലെൻസ് ഫ്രം ഡാമേജ്. അതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ എന്താ അഡ്വാൻറ്റേജസ്, നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് UV റേസ് കട്ട് ചെയ്യാനുള്ളത്. പിന്നെ മെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ലെൻസൊക്കെ കുറച്ച് സെൻസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തട്ടിക്കോ കഴിഞ്ഞ് സ്ക്രാച്ച് വന്നാലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കോറിൽ വന്നാലൊക്കെ മതി. നമ്മുടെ ലെൻസ് ഭയങ്കര പ്രൈസിയാണ്, എക്സ്പെൻസീവാണ്, ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ രക്ഷിക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ലെൻസ് ഇട്ടാൽ നന്നായിരിക്കും. പിന്നെ ആകെ ഒരു കോൾ എന്ന് പറഞ്ഞൊരു 1% ഒക്കെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ക്വാളിറ്റിയിൽ ഒരു ചെറിയ ഡിഫറൻസ് വരും. ഒരു 1% വരുള്ളൂ കേട്ടോ. പക്ഷേ നല്ല ക്വാളിറ്റി ലെൻസ് നോക്കി വാങ്ങിച്ചാൽ മതി. നിങ്ങൾ ലെൻസല്ല, UV ഫിൽറ്റർ നോക്കി വാങ്ങിച്ചാൽ മതി. അധികം ഈ ലോക്കൽ ക്വാളിറ്റിയിലേക്ക് പോകാണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴാണ് കുറച്ചും കൂടിയും എന്താ പറയുക ഈ എന്താ പറയുക ഈ ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരും. അപ്പോൾ നല്ല ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊഡാക്കിൻ്റെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. നമ്മൾ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കട്ടെ. എല്ലാ 58mm പറ്റും കേട്ടോ. അപ്പോൾ കാനോണിന് മാത്രമല്ല, കെനക്കോൺ ആയാലും ഏതായാലും ഏത് 58 18 to 55mm ലെൻസ് ആയാലും നമുക്ക് ഈ സൈസ് പറ്റും കേട്ടോ, 58mm. അപ്പോൾ ഇതിൽ പ്രൈസ് കൊടുത്തേക്കുന്നത് ഞാൻ നടത്തിക്ക് വരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ, നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ആയിട്ടുണ്ട്. അതിൽ 750 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു 549 താഴെ ആ റേഞ്ചിലാണ് നമുക്ക് പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. നമുക്കത് അൺബോക്സ് ചെയ്യാൻ ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തിട്ട് നമ്മുടെ ക്യാമറയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിട്ടിട്ടാണ്. അപ്പോൾ വലിയ നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ബോക്സാണ് വരുന്നത്. ഇതിൽ കണ്ടോ, ഇതിലിങ്ങനെ ഒരു ബോക്സാണ് വരുന്നത്. ഈ ബോക്സിലാണിത് ഈ നമ്മുടെ ലെൻസ് വരുന്നത്. നല്ല ക്വാളിറ്റി ബോക്സാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഓഫ് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു നല്ലൊരു ക്വാളിറ്റി ഫൈബറിൻ്റെ ഗ്ലാസ്സാണ്. കണ്ടോ, നല്ലൊരു ക്വാളിറ്റി. ഉള്ളിലൊരു തെർമോക്കോൾ കോട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലത് തന്നെയാണ് എന്തായാലും.
അപ്പോൾ എന്തായാലും ഞാൻ ലെൻസ് കാണിക്കുന്നില്ല, ലെൻസ് ഇപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾ ഒരു UV ഫിൽറ്റർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന പറ്റിയ സാധനം കേട്ടോ. എന്ന് വെച്ചാൽ ആമസോൺ ബേസിക് മിക്ക ആൾക്കാരും വാങ്ങിക്കുന്നത് റേറ്റും കുറവാണ്. പക്ഷേ അതിന് അത്രയൊക്കെ എന്തൊക്കെ ഫിൽറ്റർ കൊടുത്താൽ തന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മുടെ സൈറ്റിലില്ല, ആമസോണിലും ഇല്ല, നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാലും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആമസോൺ ബേസിക് വാങ്ങിക്കാട്ടുന്നത്. വേറെ പ്രോബ്ലം ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ അത് മെയ്ഡ് ഇൻ ചൈനയാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. കൊഡാക്കിൻ്റെ കാര്യമായിരിക്കും കുറച്ചും കൂടി വില കൂടുതലാണ് നമ്മൾ ബാക്കിയുള്ള സംഭവം നോക്കുമ്പോൾ. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റി വരുന്നുണ്ട്. ശരിക്കും നമുക്ക് ഇതിൻ്റെ പാക്കേജ് ക്വാളിറ്റി തന്നെ അറിയാം നല്ലൊരു ക്വാളിറ്റി വരുന്നുണ്ടെന്ന്. പിന്നെ ഇതിൽ മാനുഫാക്ചേർഡ് ജനുവരി 22 ഡൽഹി അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമർ കെയറൊക്കെ കൊഡാക് കമ്പനി തന്നെയാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ DSLRന് വേണ്ടിയിട്ട് ലെൻസ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ലെൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തവർ പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.